സാധാരണ മൊല്ലന്മാര് അടിക്കാറുള്ളത് വടിയോണ്ടാണ്. ഇവിടെ ജമാൽ ചെറുപാടി കുട്ടിയെ നഗ്നമായ കൈകളെ കൊണ്ട് കാലിന്റെ തുടയിലും ശരീരഭാഗങ്ങളിലൊക്കെ അടിച്ചു. ഈ ആളെ കൊണ്ടെടുക്കല്ല നിങ്ങൾ സാൽവേഷനിൽ ചോദ്യം ചോദിക്കാൻ. അബ്ദുറഹ്മാൻ സലഫിയുടെ ആ സെഷനിൽ മൈക്ക് പിടിച്ചെടുത്തതാരാ? ഈ ജമാൽ ചെറുപാടിയല്ലേ? നോക്കൂ നിങ്ങൾ, ചെറുപാടിയിൽ അബ്ദുറഹ്മാൻ സലഫി ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിലാണ് ജമാൽ ചെറുപാടി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് അയാൾ പറഞ്ഞെന്താ അറിയോ? ഇതും ഒരു VC തന്ത്രമാണ് എന്നാ. എന്നെ ജമീല ടീച്ചർ VC ലങ്കായത്? ജമീല ടീച്ചർ ആ കുട്ടിയുടെ അടുക്കൽ പോയിട്ട് അഭിമുഖം നടത്തി മറ്റൊരു അഭിമുഖം നൽകിയിട്ടുള്ളത് VC തന്ത്ര. VC ആണെങ്കിൽ പുറത്താക്കി കൂട്ടറ ജമീല ടീച്ചർ. എന്താ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ലേ? ഒരു സംഘടനയെ തന്നെ പിരിച്ചുവിട്ട് ഒരു സംഘടനയെ പുലർത്തി കഷ്ണങ്ങളാക്കിയ നിങ്ങൾക്ക് ഇതിനും ധൈര്യമില്ലേ? നോക്കൂ നിങ്ങൾ, ജമാൽ ചെറുപാടിയുടെ ഒരു പ്രസംഗം നിങ്ങൾ നോക്കൂ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഫാമിലി കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിവരുന്ന കാര്യങ്ങൾ ഒട്ടേറെ ആളുകൾക്ക് അതുകൊണ്ട് ആശ്വാസമുണ്ടാകുന്ന, മനസമാധാനം കിട്ടുന്ന, കുടുംബബന്ധം ചേർക്കുന്ന ഒരവസ്ഥ. അതിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം പ്രവർത്തനത്തിൽ മുഴുകാറുള്ളത്. ഇതും പറഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. എന്റെ വീട്ടിലേക്ക് വന്നു എന്റെ പേരിൽ ആരോപണം പറഞ്ഞ് നടത്തിയ കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, അതിന്റെ യഥാർത്ഥം എന്തെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇതും ഒരു VC തന്ത്രമാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ VC തന്ത്രം എന്നറിയോ? അവർ ഒരു കൗൺസിലിംഗിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തു പറയാൻ പാടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ നാളെ ഞാൻ ഒരു കൗൺസിലർ അല്ല. ഒരു പൊതു സ്റ്റേജിൽ അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന ആ ഡോക്യുമെന്റിൽ പറയുന്ന കാര്യങ്ങൾ തുടക്കം തന്നെ കളവാണ് എന്നാണ്. അതായത് കാറിൽ കയറി അവരെല്ലാവരും കൂടി വരുമ്പോൾ ഉപ്പയോടും ഉമ്മയോടും കയറരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത് തന്നെ. യഥാർത്ഥത്തിൽ എന്റെ വീട്ടിലേക്ക് അവര് വരുന്നത് ബസ്സിലാണ് സഹോദരങ്ങളെ. ഇറക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയെ മാരകമായി അടിച്ചു. കേരള ശബ്ദത്തിൽ അതൊരു ഫീച്ചറായിട്ട് വന്നു. മുജാഹിദ് ജിന്ന് യുവതിയെ പീഡിപ്പിച്ചു എന്നാ. നോക്കൂ നിങ്ങൾ, മുജാഹിദുകൾക്കാണ് ഇതിന്റെ മുഴുവൻ അപമാനം ഉണ്ടായത്. ആരാ ഈ അപമാനം വരുത്തിവെച്ചത്? എന്നിട്ടിപ്പോ മൂപ്പർ എന്താ പ്രസംഗിച്ചത്? ഞാൻ കൗൺസിലിംഗ് ആണ് നടത്തിയത് എന്ന്. നോക്കൂ, എനിക്ക് നന്നായിട്ട് അറിയാം ജമാൽ ചെറുപാടിയെ കന്നൂട്ടി അറിഞ്ഞാളാ. കൗൺസിലിംഗ് നടത്താറുണ്ട് മനുഷ്യന്മാര്. കൗൺസിലിംഗ് നടത്താൻ അതിനു വേണ്ട വിദ്യാഭ്യാസവും യോഗ്യതയൊക്കെ ഉണ്ട്. ജമാൽ ചെറുപാടിക്ക് എന്ത് യോഗ്യതയുള്ളത്? മാത്രമല്ല, കൗൺസിലിംഗ് നടക്കുന്നിടത്ത് അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു കൂട്ടരെ? അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു എന്ന് വിശദീകരിച്ചാൽ തർക്കമില്ല. ജമാൽ ചെറുപാടിക്ക് അറിയാം കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ അള്ളാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യം, ഒരു കൗൺസിലർ നടത്തുന്ന കാര്യമൊക്കെ പുറത്തു പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ യഥാർത്ഥ കൗൺസിലർ അല്ല സുഹൃത്തുക്കളെന്ന്. നല്ല കുടുംബ ബന്ധം ചേർത്തല. മുണ്ടാങ്ങരത്തെ പെൺകുട്ടിയും പുരുഷനും എന്താ ഇപ്പൊ നടക്കുന്നത്? 2 വിവാഹമോചനം നടന്നു. കുടുംബ ബന്ധം ചേർത്താനാണ് അത്ര കൗൺസിലിംഗ് നടത്തിയത്. വിവാഹമോചിതയായി ആ പെൺകുട്ടി വീട്ടിലിരിക്കുന്നു, മുടക്കാച്ചരക്കായി. ഓനും പെണ്ണിട്ടണില്ല. അവിടെ വന്ന ആൾക്കാർ പറയും ആ ടീം ജിന്നിന്റെ ടീമാണ് കേട്ടോന്ന്. ഏറുപാടി കൊണ്ടുപോകും, ചെറുപാടി കൊണ്ടുപോകും പറയും. അവനും ഈ രീതിയിൽ നല്ല കൗൺസിലിംഗ് അല്ലേ? എന്ത് കുടുംബ ബന്ധമാണ് ഇവിടെ ചേർത്തിയിട്ടുള്ളത്? ഇങ്ങനെയൊക്കെയാണ് വസ്തുതകൾ.